വയനാട് ബത്തേരിയിലെ താലൂക്ക് ആശുപത്രിയോടനുബന്ധിച്ചുള്ള സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി ഉദ്ഘാടനം ചെയ്യാനെത്തിയ മന്ത്രി വീണ ജോർജിനെതിരെ യൂത്ത് കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും പ്രതിഷേധം കഴിഞ്ഞ ദിവസമുണ്ടായിരുന്നു. കരിങ്കൊടി വീശിയ 7 മുസ്ലിം ലീഗ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു. ഇപ്പോഴിതാ അതിന് പിന്നാലെ വീണ ജോർജ് ആ പ്രതിഷേധത്തിന് നൽകിയ മറുപടി പ്രസംഗത്തിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുകയാണ്. വയനാടിന്റെ ചികിത്സാ രംഗത്ത് കൈപിടിച്ചുയർത്തി ഓരോ നേട്ടവും സാധ്യമാക്കിയതിനാണ് പ്രതിഷേധമെങ്കിൽ അതിനെ വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള പൂമാലയായി താൻ സ്വീകരിക്കുന്നുവെന്നാണ് മന്ത്രി വീണ ജോർജ് പറഞ്ഞത്. കൂടാതെ വയനാടിന്റെ ആരോഗ്യരംഗത്തെ നേട്ടങ്ങളും മന്ത്രി എണ്ണി തന്നെ പറഞ്ഞു. വയനാടിന്റെ ചിരകാല സ്വപ്നമായ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമാക്കിയതാണ് അതിലൊന്ന്. ജില്ലയിൽ ഒരു ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് പോലും ഉണ്ടായിരുന്നില്ല. വയനാടിന് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് ആരംഭിച്ചതും വയനാട് ജില്ലയിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സാ സൗകര്യങ്ങൾ കൊണ്ടുവന്നതും സർക്കാർ മേഖലയിൽ കാർഡിയോളജിസ്റ്റിന്റെ സേവനം ഇല്ലാതിരുന്ന വയനാട്ടിൽ അത് ലഭ്യമാക്കിയതും വയനാട് ജില്ലയിൽ കാത്ത് ലാബ് സ്ഥാപിച്ചതുമെല്ലാം മന്ത്രി അക്കമിട്ട് നിരത്തി. സർക്കാരിന്റെ പോരായ്മകൾ മാത്രം ചൂണ്ടിക്കാണിക്കുന്നവർക്ക് നേട്ടങ്ങൾ അറിയില്ലെങ്കിൽ മന്ത്രിയുടെ വാക്കുകൾ ഓർമ്മപ്പെടുത്തലാവട്ടെ എന്നാണ് ചുരുക്കം. കൂടാതെ കാത്ത് ലാബ് സ്ഥാപിച്ച് ആദ്യം ആൻജിയോപ്ലാസ്റ്റിക്ക് വിധേയായത് 80 വയസ്സുള്ള ഗോത്രവർഗ വിഭാഗത്തിൽപ്പെട്ട ഒരു അമ്മയായിരുന്നുവെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഈ രീതിയിൽ വയനാടിന്റെ ചികിത്സാ രംഗത്തെ കൈപിടിച്ചുയർത്തിയതിനാണ് കരിങ്കൊടിയെങ്കിൽ അത് വയനാടിന്റെ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ പൂമാലിയായി സ്വീകരിക്കുന്നു എന്ന് മന്ത്രി പിന്നെയും ആവർത്തിച്ചു. ഷാഫിയുടെ മൂക്കിന്റെ പാലം തകർത്തതിൽ പ്രതിഷേധിച്ചാണത്ര യൂത്ത് കോൺഗ്രസുകാർ വയനാട് ജില്ലയിൽ വെച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജിന് കരിങ്കൊടി കാണിച്ചതെന്നാണ് പറയുന്നത്. ഷാഫിക്കയുടെ പാലം പുതുക്കി പണിയാത്തതിൽ പ്രതിഷേധിച്ച് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിനെ എവിടെ കണ്ടാലും കരിങ്കൊടി കാണിക്കാനാണത്രേ പരിപാടി എന്ന അടിക്കുറിപ്പോട് കൂടിയാണ് മന്ത്രിയുടെ പ്രസംഗം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത്.